ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ നിർമ്മാണ വ്യവസായത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? സ്റ്റീലിനെക്കാട്ടിലും ശക്തവും ഭാരം കുറഞ്ഞതും എന്നാൽ തുരുമ്പില്ലാത്തതുമായ ഒരു ഉൽപ്പന്നം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ഉൽപ്പന്നം ഇത്ര മികച്ചതാണെന്നാൽ ഇന്ത്യൻ ഗവൺമെൻറ് അവരുടെ പല പദ്ധതികൾക്കും ഈ മെറ്റീരിയൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ആവേശവും ബിൽഡർമാർക്കും ഇൻഫ്രോ കമ്പനികൾക്കും കോടിക്കണക്കിന് ലാഭവും നൽകുന്ന ഈ ഉൽപ്പന്നം ഏതാണെന്ന് നമുക്ക് നോക്കാം. അതേ സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ ഞങ്ങൾ സംസാരിക്കുന്ന ഉൽപ്പന്നമാണ് ഫൈബർ ഗ്ലാസ് റീബാർ. ശക്തവും ഭാരവും കുറഞ്ഞതും പൂർണ്ണമായും തുരുമ്പില്ലാത്തതുമായ ഈ ഉൽപ്പന്നം നമ്മുടെ ഇൻഫ്രാ പ്രോജക്റ്റുകൾ ഒരു ടൺ ലാഭം നൽകുന്നതാണ്. ഈ മെറ്റീരിയലിനെക്കുറിച്ചും അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചും ഇന്ന് ഈ വീഡിയോയിൽ വിശദമായി നമുക്ക് സംസാരിക്കാം. എന്താണ് FGC റീബാർ, എന്തുകൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ FGC റീബാറും TMTയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ കോസ്റ്റ് ബെനിഫിറ്റ്സും ഇന്ന് കമ്പയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ FGCയുടെ വിലയും അതുപോലെ എവിടെയൊക്കെ ഉപയോഗിക്കാം അഡ്വാൻറ്റേജസും ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമുക്ക് ആദ്യത്തെ കാര്യം നോക്കാം. എന്താണ് FGC റീബാർ? FGC റീബാർ നമ്മുടെ പരമ്പരാഗത TMT ബാറുകൾക്ക് മികച്ച ഒരു പകരക്കാരനാണ്. FGC റീബാർ മെയിൻലി രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്: ഫൈബർ ഗ്ലാസും എപ്പോക്സി റെസിനും. ഫൈബർ ഗ്ലാസ് എപ്പോക്സി റെസിനുമായിട്ട് സംയോജിപ്പിച്ചാണ് നമ്മുടെ റീബാർ നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ FGC റീബാറുകളിൽ ഗ്ലാസിൻ്റെ നാരുകളല്ലാതെ മറ്റൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ ഫൈബർ ഗ്ലാസ് നമ്മൾ TMTയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് മികച്ചു നിൽക്കുന്നതെന്ന് നോക്കാം. നമ്മളെപ്പോഴും യാത്രയ്ക്ക് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ പുറത്തൊക്കെ പോവുകയാണെങ്കിലും എപ്പോഴും ബോർഡിങ്സ് കാണാറുണ്ട്. ബോർഡിങ്സിൽ അതിൻ്റെ ഒരു സൂചിക കാണാറുണ്ട്. ഈ TMTയുടെ പരസ്യത്തിൽ 550D എന്ന് പറയുന്നത്. ഈ 550D എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്ട്രെങ്ത്തിൻ്റെ ഒരു സൂചികയാണ്. അപ്പോൾ നമ്മുടെ TMT റീബാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ FGCയുടെ സ്ട്രെങ്ത്ത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അതേ സുഹൃത്തുക്കളെ, അതിൻ്റെ സ്ട്രെങ്ത്ത് 1000 ആണ്. നമ്മുടെ നോർമൽ TMT ഡീബാറിനെക്കാട്ടിലും ഡബിൾ ആണ് അതിൻ്റെ സ്ട്രെങ്ത്ത്. അങ്ങനെ ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് കൂടുതലായിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ TMT ബാറിന് ഉപയോഗിക്കുന്ന കനം, അതിൻ്റെ തിക്നെസ് തന്നെ നമ്മൾ FGCയിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കുറവായിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ നമുക്ക് യൂസ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 8 mm ഒരു TMT ബാറാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് 6 mm FGC കൊടുത്താൽ മതി. ഇപ്പോൾ ചുവടെ കാണിക്കുന്ന പട്ടികയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കമ്പാരിസൺ നമ്മൾ എത്ര കൊണ്ട് റീപ്ലേസ് ചെയ്യാമെന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ പട്ടിക നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമുക്ക് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ലാഭമാണ് നമുക്ക് കൺസ്ട്രക്ഷനിൽ നമുക്ക് ലഭിക്കുന്നതെന്നാണ്. പൊതുവിൽ കൺസ്ട്രക്ഷനിൽ 25 to 40% നമുക്ക് ഈ TMT റീബാർ FGC കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നത് കൊണ്ട് ലഭിക്കുന്നതാണ്. ഇത്രയ്ക്കും മികച്ചതായിട്ടുള്ളൊരു ഉൽപ്പന്നം എന്തുകൊണ്ട് TMT റീബാർ പോലെ പൂർണ്ണമായിട്ടും കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും. അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇത് ഇത്രയും ഭാരം കുറഞ്ഞതും തുരുമ്പ് പിടിക്കാത്തതും ശക്തവുമായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ TMT പോലെ സാധാരണ കൺസ്ട്രക്ഷനിൽ നമ്മൾ ഉപയോഗിക്കാത്തതെന്ന് നോക്കാം. ഈ ഉൽപ്പന്നം ടെൻസൈൽ സ്ട്രെങ്ത്ത് വളരെ അധികമാണെന്ന് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തു നമ്മുടെ TMT ബാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ അതിന് വേറൊരു ഫാക്ടറും കൂടെ ഉണ്ട്, അതാണ് കംപ്രസീവ് സ്ട്രെങ്ത്ത്. അത് ഈ ലോഡ് താങ്ങാൻ കഴിയുന്നതിൻ്റെ ഉള്ള ഒരു അളവാണ് കംപ്രസീവ് സ്ട്രെങ്ത്ത്. ഈ മെറ്റീരിയൽ നമ്മൾ വെർട്ടിക്കൽ ലോഡ് താങ്ങാനായിട്ട് നമുക്ക് സാധിക്കുന്നതല്ല. TMT ബാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ വെർട്ടിക്കലായിട്ടുള്ള ലോഡ് ബിയറിംഗ് മെറ്റീരിയൽസിന് നമുക്ക് FGC ഉപയോഗിക്കാൻ നമ്മൾ സജസ്റ്റ് ചെയ്യുകയില്ല. ഇനി നമുക്ക് നോക്കാം FGC എവിടെയാണ് നമ്മൾ ആക്ച്വലി ഉപയോഗിക്കുന്നതെന്ന്. ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് FGC ബെസ്റ്റ് ഒരു സജഷനാണ്. ഈ റോഡുകളിൽ, നമ്മുടെ നടപ്പാതകളിൽ, ഈ വ്യവസായ സ്ഥലങ്ങളിൽ നമ്മുടെ ഫ്ലോറിങ്ങിന് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ മതിലുകൾക്ക്, നീന്തൽ കുളങ്ങൾക്ക്, ഈ ഡ്രെയിനേജ് പൈപ്പുകൾക്ക്, പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻസ്, പ്രീസ്ട്രസ് കൺസ്ട്രക്ഷൻസ്, അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന പല കൺസ്ട്രക്ഷൻസ് തുരുമ്പ് പിടിക്കാത്തത് കൊണ്ട് മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. ഈ ആപ്ലിക്കേഷൻസ് ഈ മെറ്റീരിയൽസിന് ബെസ്റ്റാണ്. ഇതുകൂടാതെ തന്നെ നമ്മൾ FGCക്ക് മറ്റ് പല ഗുണങ്ങളും ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. FGC റീബാസിന് വളരെ നല്ല ബോൺ സ്ട്രെങ്ത് കൂടുതലാണ്. എന്ത് മെറ്റീരിയൽ കൂടെയും അത് പെട്ടെന്ന് യോജിച്ച് തന്നെ നിൽക്കും. വെള്ളത്തിൻ്റെ കൂടെ നമുക്ക് ക്യൂർ ചെയ്യാനും വളരെ എളുപ്പമാണ് താനും. ഇപ്പോൾ FGC റീബാർ നമ്മുടെ മാർക്കറ്റിൽ 6 mm, 7 mm, 8 mm എന്നീ സ്പെസിഫിക്കേഷനിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് 100 മീറ്ററാണ്.
അപ്പോൾ നമ്മൾ സാധാരണ TMT റീബാർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ 12 മീറ്ററിൽ ലഭിക്കുന്ന പോലെ കട്ട് ചെയ്ത് ബൈൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമുക്ക് ഈ റീപ്ലേസ്മെൻറ്റ് കൊണ്ട് പകരം വയ്ക്കുന്നത് കൊണ്ട് നമ്മുടെ കൺസ്ട്രക്ഷനിൽ നമ്മുടെ 25 തൊട്ട് 40% വരെ നമ്മൾക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. അതുപോലെ തന്നെ വളരെ ഭാരം കുറവുള്ളത് കൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് പെട്ടെന്ന് മെറ്റീരിയൽ ഷിഫ്റ്റ് ചെയ്യാനും അതും സംബന്ധപ്പെട്ടുണ്ടാകുന്ന കോസ്റ്റും വളരെ കുറവാണ്. ഇൻസ്റ്റലേഷനും എളുപ്പത്തിൽ ചെയ്യാനും പറ്റുന്നതാണ്. തൊഴിൽ നിലനിർത്താൻ വളരെയായിട്ട് സഹായിക്കുന്നുണ്ട്. സ്റ്റീലിൽ നിന്നും വ്യത്യസ്തമായി അവ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നില്ല. നമ്മൾ കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുമ്പോൾ അത് സൈറ്റിൽ ചൂട് കൊണ്ട് വികസിക്കാനും ചുരുങ്ങാനുമുള്ള സാധ്യതയുണ്ട്. പക്ഷേ FGC അങ്ങനെ സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രീകാസ്റ്റിൻ്റെ കൺസ്ട്രക്ഷനും പ്രീകാസ്റ്റിൻ്റെ ഘടകങ്ങൾ പെട്ടെന്ന് വിള്ളലില്ലാതെ ബന്ധപ്പെടുത്താനും വളരെ സഹായിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ പൊട്ടാനുള്ള സാധ്യത 2.5 മടങ്ങ് കുറവാണ് നമ്മുടെ സാധാരണ TMT ബാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കേബിളുമായിട്ടും നമുക്ക് പെട്ടെന്ന് ബന്ധപ്പെട്ട് നമ്മൾക്ക് കണക്ട് ചെയ്ത് കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. എന്നാൽ ഈ അഡ്വാൻറ്റേജസ് പോലെ തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും നമ്മുടെ FGC റീബാറിനുണ്ട്. നമ്മുടെ TMT റീബാറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ FGCയുടെ പരിമിതികളെന്ന് നമുക്ക് നോക്കാം. TMT റീബാറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവ സൈറ്റിൽ നമുക്ക് വളയ്ക്കാൻ പറ്റുകയില്ല. നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ വളച്ച് തന്നെ കൊണ്ടുവരണം. സൈറ്റിൽ നമുക്ക് വളയ്ക്കാനുള്ള ഒരു പരിമിതി ഉണ്ട്. അപ്പോൾ നമ്മൾ FGCയുടെ എല്ലാ ഡീറ്റെയിൽസും ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി FGCയുടെ വിലയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. FGCയുടെ വില പട്ടിക ലഭിക്കുന്നതിനായിട്ട് നമ്മളുടെ www.shinestar.biz എന്ന വെബ്സൈറ്റിൽ പോവുക. ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് FGC മെറ്റീരിയലിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഫുൾ ആയിട്ടുള്ള ഒരു റേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഡീലർ വഴിയായിരിക്കും മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭ്യമാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പിളും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. FGC സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചും ഈ മെറ്റീരിയലിനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി. ഞാൻ ദേവുബി വാര്യർ. താങ്ക് യു.